ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു തട്ടുകട സ്റ്റൈൽ ഉള്ളിവടയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതും അവിൽ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അതേപോലെ തന്നെ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ സോസ് വെച്ചിട്ടാണിത് കഴിക്കുന്നത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിൽ വെച്ചിട്ട് വൈകിട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ നൈറ്റാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 250 ml കപ്പിൽ 1.5 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് അവിലാണ്, കുറച്ച് തിന്നായിട്ടുള്ള അവിലും കൂടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിന് ഏത് അവിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അവിലൊന്ന് കുതിർക്കാനായിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ വെള്ളം ഒഴിച്ച് നമ്മുടെ അവിലൊന്ന് കുതിർന്ന് കിട്ടണം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പം നല്ല പോലെ നമ്മുടെ അവിലൊന്ന് കുതിർന്ന് വരും. അപ്പം നമ്മൾ 1.5 കപ്പ് അവിലിന് ഒരു 2 കപ്പോളം വെള്ളം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം, നമ്മുടെ അവിലൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള അവിൽ നല്ലപോലെ കുതിർന്ന് ഞാനിതാ ഇതേപോലത്തെ ഒരു തവി വെച്ച് നമ്മളിത് നല്ലപോലെ അങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനൊരു ലൈറ്റ് ചൂട് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലപോലെ അങ്ങ് പേസ്റ്റാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ, അതിനോടൊപ്പം തന്നെ 1/2 കപ്പ് വറുത്ത അരിപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുരുമുളകൊന്ന് ചതക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനത് ഇടിക്കല്ലിലാണ് ചതക്കി എടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരല്പം ഇതാ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവോള നല്ല പോലെ ഒന്ന് ഞെരടിയെടുക്കാം. എല്ലാം കൂടെ നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി നല്ല പോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇനി നമുക്കിത് കൈ വെച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഉള്ളിയുടെ വെള്ളമൊക്കെ നല്ല പോലെ ഇറങ്ങി കിട്ടണം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാ നമ്മൾ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, വളരെ കുറച്ച് മതി. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് എരിവില്ലാത്തത് കൊണ്ട് വളരെ കുറച്ച്, ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂണും തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബേക്കിംഗ് സോഡ ഒന്ന് റെഡിയാവാനും പിന്നെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ
ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു 2 തണ്ട് കറിവേപ്പില നമ്മളിതിലേക്ക് അങ്ങ് പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെക്കുക, നമ്മുടെ കൈ ഒന്ന് മുക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഉഴുന്നുവട റെഡിയാക്കി എടുക്കുന്ന പോലെ ഓരോ ഉരുളകളാക്കി നമ്മൾ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ അങ്ങ് ഉരുട്ടി കണ്ടില്ലേ, നടുവിലൊരു ഹോള് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അടുത്തതും നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് ഇതേപോലെ അങ്ങ് ഉരുട്ടിയെടുക്കുക. കണ്ടില്ലേ, എന്നിട്ട് ഈ തള്ളവിരൽ വെച്ച് നമുക്കിതൊന്ന് ഒരു ഹോള് പോലെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് വലിപ്പത്തിലുള്ള ഉരുളയാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. നമുക്കിത് ഒരെണ്ണവും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതൊന്ന് റെഡിയായി വരട്ടെ. ഹൈ ഫ്ലെയിമിൽ എണ്ണ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരണം. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട വശം തന്നെ ഒരു കയ്യിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, മറിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് റെഡി ആയതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സോസ് കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആട്ടോ. നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതൊന്ന് ഒരു വശവും കൂടെ റെഡിയായി വരട്ടെ കേട്ടോ. ഈ ഒരു എണ്ണ പതഞ്ഞ് വരുന്നതൊന്ന് നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഉള്ളിൽ വെന്ത് വന്നിട്ടുണ്ടാവും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മൾ ഇട്ട് കൊടുത്ത ഇവിടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതില്ലേ, എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ. അതിനാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ അവിൽ വെച്ചിട്ടുള്ള ഉള്ളിവട നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തട്ടുകട സ്റ്റൈലിലാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം. പിള്ളേർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് റെഡിയാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.